വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. ചേലക്കര ഭക്ഷ്യസുരക്ഷാ സർക്കിളും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചേർന്ന് ഭക്ഷണശാല ജീവനക്കാർക്കായി വിപുലമായ ഫുഡ് ടാഗ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ നിയമം 2006 അനുസരിച്ച് പൊതുജനങ്ങൾക്കായി ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ട കർശന നിയമങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ചേലക്കരയിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ചേലക്കര ഭക്ഷ്യസുരക്ഷാ സർക്കിൾ ഓഫീസും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേലക്കര യൂണിറ്റും സംയുക്തമായാണ് ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കായി ഫുഡ് ടാഗ് ട്രെയിനിംഗ് നടത്തിയത്. രാവിലെ 10 മണിക്ക് ചേലക്കര വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ രാജീവ് സൈമൺ ഉദ്ഘാടനം ചെയ്തു. ഫുഡ് ടാഗ് ട്രെയിനർ ജിഷ ഗോപാലൻ നിയമവശങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. ഇതൊക്കെ കിട്ടാറുണ്ടോ? സ്റ്റോക്കിൽ കാണാറുണ്ടോ? എന്തൊക്കെ കണ്ടിട്ടുണ്ട്? നൂല്, ആണി കിട്ടിയിട്ടുണ്ടോ? ഗ്ലാസ് പീസ് ഓഫ്. അപ്പം ഞാൻ ചില സമയത്ത് കഴിഞ്ഞൊരു ദിവസം ട്രെയിനിങ്ങിന് എടുത്തപ്പോൾ ഒരു സ്ഥാപനമായിരുന്നു, ഫാക്ടറി ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അവരുടെ സ്റ്റോക്കിൽ ഗ്ലാസ് പീസ് അവർ കണ്ടിട്ടുണ്ട്. അപ്പം ചില സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് ആലോചിച്ച് ഗ്ലാസ് പീസ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കല്ല് നമ്മൾ കടിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ കുടുങ്ങി. പക്ഷെ ശരിയാണ്, അതൊരു അസ്വസ്ഥത ഉണ്ടാക്കി. പക്ഷെ ഇതേ സാധനം ഇപ്പൊ ഗ്ലാസ് പീസ് ആണോ ആണിയാണോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കഷ്ണം, ഷാർപ്പായ കഷ്ണങ്ങളാണെങ്കിൽ നമ്മൾ കഴിക്കണവർക്ക് ഉണ്ടാവുന്ന ആഘാതം എന്തായിരിക്കും അല്ലേ? അപ്പൊ പറയുമ്പോൾ നമ്മൾ നിസ്സാരം, പക്ഷെ അത് ഭക്ഷണത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കണ അവരുടെ ജീവൻ പോലും എടുക്കാം അല്ലേ? പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് എം അബു, സെക്രട്ടറി CS ഗീവർ, കൺവീനർ KK സൈനുദ്ദീൻ, അനിൽകുമാർ MR എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.